നമസ്കാരം. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രാണായാമയാണ്. അതിന്റെ പേരാണ് ഭ്രമരി പ്രാണായാമ. ഭ്രമരം എന്ന് പറഞ്ഞാൽ വണ്ട് എന്നാണ് അർത്ഥം. വണ്ട് മൂളുന്നത് പോലെ മൂളിക്കൊണ്ട് ചെയ്യുന്ന ഒരു പ്രാണായാമയാണിത്. നമ്മളുടെ ടെൻഷൻ, സ്ട്രെസ്, ആങ്സൈറ്റി, ഉത്കണ്ഠ, അകാരണമായി നമ്മൾക്ക് ഉണ്ടാകുന്ന ഭയം ഇവയൊക്കെ കുറയ്ക്കാൻ വളരെ ഫലപ്രദമാണ് ഈ ഒരു പ്രാണായാമ. അതോടൊപ്പം തന്നെ നമ്മളുടെ ശ്വാസകോശത്തെ ശക്തിപ്പെടുത്താനും നമ്മളുടെ ശബ്ദത്തെ മെച്ചപ്പെടുത്താനും നല്ല ഉറക്കം കിട്ടാനും ഈ ഒരു പ്രാണായാമ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു പ്രാണായാമ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക എന്നൊന്ന് നോക്കാം. നമ്മൾ മുദ്ര ഉപയോഗിച്ചുകൊണ്ടും അല്ലാതെയും ഈ ഒരു പ്രാണായാമ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നമ്മൾ ഷൺമുഖി മുദ്ര ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പ്രാണായാമ പ്രാക്ടീസ് ചെയ്യുന്നത്. ഷൺമുഖി മുദ്ര ഉപയോഗിക്കുന്നത് എന്തെന്നാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെ അടച്ചുപിടിച്ച്, അതായത് കണ്ണ്, മൂക്ക്, വായ, ത്വക്ക്, ചെവി ഇവയെ അടച്ച് ബാഹ്യേന്ദ്രിയങ്ങളെ ശാന്തമാക്കി നമ്മളുടെ മനസ്സിനെ അകത്തേക്ക് തിരിക്കുന്ന ഒരു രീതിയാണ്. നമ്മൾ കൈകൾ ഉപയോഗിച്ച് തള്ളവിരൽ കൊണ്ട് നമ്മളുടെ ചെവി അടച്ചു പിടിക്കും, ചൂണ്ടുവിരൽ കണ്ണിന് മുകളിലായിട്ട് വെക്കും, നടുവിരൽ മൂക്കിന് മുകളിൽ, മോതിരവിരൽ ചുണ്ടിന് മുകളിൽ, ചെറുവിരൽ ചുണ്ടിന് താഴെ. ഈ രീതിയിലാണ് നമ്മൾ മുദ്ര ഉപയോഗിക്കുക. എന്നിട്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കും, ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് മൂളും. വീണ്ടും ശ്വാസം എടുക്കും, ഇതേ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഇങ്ങനെ പിടിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ ഈ ചൂണ്ടുവിരൽ കൊണ്ട് നിങ്ങളുടെ ചെവി അടച്ചു പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചെവിയുടെ ഈ മുകൾ ഭാഗം മാത്രം അടച്ചു പിടിക്കുക. എന്നിട്ട് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് പതിയെ മൂളുക. ഒന്ന് ആവർത്തിക്കാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് 10 മുതൽ 15 തവണ വരെ ആവർത്തിക്കാവുന്നതാണ്. 10 തവണ ആവർത്തിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൈയെടുക്കേണ്ടതില്ല. 10 തവണ മൂളിയതിനു ശേഷം മാത്രം കൈകൾ താഴ്ത്തി വെക്കുക. പിന്നെ ഈ മൂളുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇടയ്ക്കിടെ ഈ ബ്രേക്ക് ചെയ്യാൻ പാടില്ല. അതായത് ഇങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല എന്ന് കരുതി നമ്മൾ ഒരുപാട് ദീർഘിപ്പിക്കാനും പാടില്ല. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ആ ശ്വാസം തീരുന്നത് വരെ മാത്രം മൂളാൻ ശ്രമിക്കുക. ഈ ഒരു പ്രാണായാമ നിങ്ങൾക്ക് രാവിലെയോ വൈകിട്ടോ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി പ്രാണായാമയെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോന് താഴെ പ്രാണായാമ എന്ന് കമന്റ് ചെയ്യും. കൂടുതൽ പ്രാണായാമകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.